മലബാർ പോളിയിൽ പ്രൊജക്ട് എക്സ്പോ നടന്നു. ഓട്ടോമൊബൈൽ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ അവസാന വർഷ വിദ്യാർത്ഥികൾ ഇൻഡസ്ട്രിയുടെ ആവശ്യകത മനസ്സിലാക്കി നൂതന സാങ്കേതിക വിദ്യകളുടെ പ്രദർശനവും സംഘടിപ്പിച്ചു. സോളാർ ബൈക്ക്, ഇലക്ട്രിക് കാർ, ഓഫ് റോഡിന് ഉപയോഗിക്കാൻ കഴിയുന്ന സ്റ്റെപ്പ് ക്ലൈംബർ വെഹിക്കിൾ എന്നിവയുടെ പ്രദർശനം കുട്ടികളുടെ നേതൃത്വത്തിൽ നടത്തി. പൂർണ്ണമായും സൂര്യപ്രകാശം ഉപയോഗപ്പെടുത്തി ചലിക്കുന്ന ബൈക്ക് 35 കിലോമീറ്റർ സ്പീഡ് വരെ കൈവരിക്കും. 48 വോൾട്ട് ഉപയോഗപ്പെടുത്തി സഞ്ചരിക്കുന്ന ഇലക്ട്രിക് കാർ 200 കിലോ ഭാരം വഹിക്കും. പരമാവധി സ്പീഡ് 40 കിലോമീറ്റർ ആണ്. ആധുനിക സ്പോർട്സ് യൂട്ടിലിറ്റി വാഹനം നിർമ്മിച്ചിരിക്കുന്നത് മാരുതി 800ന്റെ എഞ്ചിൻ ഉപയോഗിച്ചാണ്. ആഡംബര വാഹനങ്ങളിൽ മാത്രം കാണുന്ന അഡ്വാൻസ്ഡ് ഹാൻഡ് ബ്രേക്കിംഗ് സിസ്റ്റം സെൻസർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതാണ്. 2 മീറ്റർ പരിധിയിൽ എന്തെങ്കിലും വസ്തു കാറിന്റെ മുന്നിൽ വന്നാൽ ഓട്ടോമാറ്റിക് ഹാൻഡ് ബ്രേക്ക് പ്രവർത്തനത്തിലാകും. ഹാൻഡ് ബ്രേക്ക് വണ്ടി പലയിടത്തും പോയി ഇടിക്കാറുണ്ട്. പെട്ടെന്ന് അശ്രദ്ധ മൂലം ഇടിക്കുമ്പോൾ ആ ഒരു ആക്സിഡൻറ്റ് ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പ്രൊജക്റ്റ് കൊണ്ടുവന്നിട്ട്. അതായത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും 2 സെൻസർ വെച്ചിട്ടുണ്ട്. ആ സെൻസർ അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവർ മാറ്റിയിട്ട് ഒരു പ്യൂമാറ്റിക് പിസ്റ്റൺ വെച്ചിട്ട് അതിൻ്റെ കേബിൾ ഹാൻഡ് ബ്രേക്കുമേലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അത് വണ്ടി നമ്മളൊരു 1.5 മീറ്റർ ഡിസ്റ്റൻസിൽ നമ്മൾ വണ്ടി ഫോർവേഡിൽ പോവുകയാണെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് വന്നാൽ അപ്പോൾ തന്നെ ഹാൻഡ് ബ്രേക്ക് വലിഞ്ഞിട്ട് വണ്ടി സ്റ്റോപ്പാവും. അതുപോലെ തന്നെ റിവേഴ്സ് ഗിയറിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ 1.5 മീറ്റർ ഡിസ്റ്റൻസിൻ്റെ ഇടയിൽ എന്തെങ്കിലും വരുന്നതാണെങ്കിൽ അപ്പോൾ തന്നെ ഹാൻഡ് ബ്രേക്ക് വലിഞ്ഞ് വണ്ടി സ്റ്റോപ്പാവും. അതുപോലെ തന്നെ നമ്മൾ ഹിൽ അസിസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞൊരു സിസ്റ്റം കൂടി ഇത് കയറ്റിയിട്ടുണ്ട്. അതായത് ഡാഷ് ബോർഡിൽ ഒരു എക്സ്ട്രാ സ്വിച്ച് വെച്ചിട്ട് ആ ബട്ടൺ നിൽക്കുകയാണെങ്കിൽ ഒരു 5 സെക്കൻഡ് ഹാൻഡ് ബ്രേക്ക് വലിഞ്ഞിട്ട് സ്ലോലി റിലീസ് ആവും. ആ ടൈം കൊണ്ട് നമുക്ക് ക്ലച്ച് ആക്സിലേറ്റർ ഉപയോഗിച്ച് ഹാൻഡ് ബ്രേക്ക് വലിക്കാതെ തന്നെ വണ്ടി കയറ്റത്തിൽ നിന്ന് എടുത്ത് പോകുന്ന സിസ്റ്റം കൂടി ഇത് വെച്ചിട്ടുണ്ട്. പൂർണ്ണമായും ഓട്ടോമാറ്റിക് ഇതാണ്. ഓട്ടോമാറ്റിക്കായിട്ട് ഹാൻഡ് ബ്രേക്ക് ഓട്ടോമാറ്റിക്കായിട്ടാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഹാൻഡ് ബ്രേക്ക് അഥവാ നമുക്ക് റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതോ ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ബട്ടൺ വെച്ചിട്ട് അങ്ങനെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാനും ലോഡ് ചെയ്യാനുള്ളൊരു സിസ്റ്റം കൂടി ഇത് കയറ്റിയിട്ടുണ്ട്. അന്തരീക്ഷത്തിൽ നിന്ന് നീരാവിയെടുത്ത് അത് വെള്ളമാക്കി മാറ്റുന്ന പദ്ധതി വളരെ ശ്രദ്ധ പിടിച്ചു പറ്റി. RO ഫിൽറ്റർ ടെക്നോളജി ഉപയോഗിച്ചാണ് വെള്ളം ഈ സംവിധാനത്തിൽ ശുദ്ധീകരിക്കുന്നത്. പരിപാടിയുടെ ഉദ്ഘാടനം കോളേജ് ചെയർമാൻ CP അബ്ദുൽ ലത്തീഫ് നിർവഹിച്ചു. പ്രിൻസിപ്പൽ പ്രൊഫസർ VM അൻവർ സാദത്ത്, വിവിധ ഡിപ്പാർട്ട്മെന്റ് മേധാവികൾ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുള്ള മുഴുവൻ പോളിടെക്നിക് കോളേജുകളിലും ഈ നിലയിലുള്ള അക്കാഡമിക് പ്രോജക്റ്റ് മെയിൻ പ്രോജക്റ്റുകളുടെ എക്സിബിഷനോ അല്ലെങ്കിൽ അതുപോലുള്ള അസസ്മെൻറ്റോ ഈ ഒരു പീരീഡിൽ തന്നെ എല്ലാ പോളിടെക്നിക് കോളേജസിലും നടക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ മലബാർ പോളിടെക്നിക് കോളേജിൽ നടക്കുന്ന ഈ ഒരു പ്രോജക്റ്റ് പിന്നെ എക്സിബിഷൻ അല്ലെങ്കിൽ അതിൻ്റെ അസസ്മെൻറ്റും മറ്റുള്ള പോളിടെക്നിക് കോളേജസിലും എഞ്ചിനീയർസ് കോളേജസിലും നടക്കുന്ന പിന്നെ ഈ പ്രോജക്റ്റിൻ്റെ അസസ്മെൻറ്റും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം, നിങ്ങളിവിടെ ഓരോ ആളുകളും ചെയ്തിട്ടുള്ള പ്രോജക്റ്റുകൾ അക്കാഡമിക് പ്രോജക്റ്റുകളല്ല, മറിച്ച് നിങ്ങളിവിടെ ചെയ്തിട്ടുള്ള ഓരോ പ്രോജക്റ്റുകളും ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റുകളാണ്. അപ്പോൾ ആ ഇൻഡസ്ട്രി എന്താണോ ഇൻഡസ്ട്രിയിൽ ആവശ്യമുള്ളത് ആ ഇൻഡസ്ട്രിയുടെ നീഡുകൾ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മളുടെ പിന്നെ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഇലക്ട്രിക് കാറുകളും സോളാർ ബൈക്കും അതുപോലെയുള്ള പിന്നെ സെക്യൂരിറ്റി സിസ്റ്റത്തിൻ്റെ പിന്നെ ബ്രേക്കിംഗ് സിസ്റ്റവും അങ്ങനെയുള്ള ഒരുപാട് പിന്നെ കാര്യങ്ങൾ നമ്മളുടെ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഒരു 3 വർഷക്കാലം മുമ്പ് അല്ലെങ്കിൽ ചിലപ്പോൾ പക്ഷേ ഓട്ടോമൊബൈലോ മെക്കാനിക്കലോ നമ്മൾ 2 വർഷക്കാലം മാത്രമേ നമ്മുടെ സബ്ജക്റ്റ് നോളജിൽ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഫസ്റ്റ് ഇയറിലൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചത്. പക്ഷേ ആ 2 വർഷക്കാലം കൊണ്ട് പഠിച്ചത് കൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ലെവലിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റി. അപ്പോൾ മലബാർ പോളിടെക്നിക് കോളേജ് ഓരോ അതിൻ്റെ ചവിട്ടടികളിലും അത് ചരിത്രം രചിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ഒരു ക്രിയേറ്റിവിറ്റി കൃത്യമായി സ്വന്തം മനസ്സിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത് അല്ലെങ്കിൽ അതിനെ ഒരു ഐഡിയയെ നമ്മുടെ എന്താ പറയുക ഒരു കൺസെപ്റ്റിനെ ഒരു യാഥാർത്ഥ്യമാക്കി മാറ്റാനുള്ള വിദ്യാർത്ഥിയുടെ കഴിവ് വളർത്തിയുള്ള സാധനമാണ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അതതിൻ്റെ ലക്ഷ്യത്തിൽ നിന്നൊക്കെ എത്രയോ പുറകോട്ട് പോയി കേവലം റിസൾട്ട് ഓറിയൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ റിസൾട്ടിനെ മികവാക്കുന്ന ഒരു എന്താ പറയുക ഒരുതരം വഴിപാടായി ചടങ്ങായിട്ട് പ്രൊജക്റ്റുകൾ മാറിയിട്ടുണ്ട്. അതിൻ്റെ നേർ വിപരീതമായി യാഥാർത്ഥ്യം എന്താണോ ഒരു പ്രൊജക്റ്റ് കൊണ്ട്
ഒരു അക്കാഡമിക് കൗൺസിൽ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു അക്കാഡമിക് ടീം ആലോചിച്ചിട്ടുള്ളത് അത് കൃത്യമായി യാഥാർത്ഥ്യമാക്കിയിരിക്കാൻ നിങ്ങൾ അത് ഭയങ്കര സംഭവമാണ്. അതിന് നിങ്ങളുടെ എന്താ പറയുക, അത് ഒരു പ്രതീക്ഷയിൽ അപ്പുറമുള്ള സംഗതി മാറിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കാടാമ്പുഴ.